ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 80ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 80 ദിവസങ്ങളായി, കഴിഞ്ഞ 79 ദിവസങ്ങളായി നമ്മൾ ഭഗവത്ഗീതയിലെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളെ വിസ്തരിച്ച് പരിചയപ്പെടുകയുണ്ടായി, സാമാന്യം വിസ്തരിച്ച്. അപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഭഗവത്ഗീത 1-ാം അധ്യായത്തിൻ്റെ പേര് അർജുന വിഷാദ യോഗം. ആധുനിക ലോകം വിഷാദത്തെ രോഗമായി പരിഗണിക്കുന്ന സമയത്ത് പാശ്ചാത്യ മനഃശാസ്ത്രം വിഷാദം രോഗമെന്ന് പരിഗണിക്കുമ്പോൾ നമ്മുടെ പൗരസ്ത്യ ദർശനം, വേദാന്ത ശാസ്ത്രം അല്ലെങ്കിൽ അധ്യാത്മശാസ്ത്രം അതൊരു യോഗത്തിനുള്ള, ചേർച്ചയ്ക്കുള്ള, പരമമായ സത്യവുമായി ചേരുന്നതിനുള്ള ഒരു സാഹചര്യമാകുന്നത്, കാരണമായി തീരുന്നത്. എങ്ങനെ അതിനെ രോഗത്തിൽ നിന്ന് യോഗത്തിലേക്ക് മാറ്റാം എന്നതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിലെ അർജുനൻ്റെ വിഷാദം, അർജുനൻ എന്നത് നമ്മുടെയൊക്കെ പ്രതിനിധിയാണ്, നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നു. ലോകത്തിലെ ഏത് മനുഷ്യനെയും അർജുനൻ പ്രതിനിധാനം ചെയ്യുന്നു. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ദേശം കൊണ്ടുള്ള പരിമിതികളോ ഒന്നും തന്നെ അത് അവിടെ നിലനിൽക്കുന്നില്ല. അർജുനനൊരു യൂണിവേഴ്സൽ റെപ്രസെൻറ്റേഷനാണ്. എന്താണ് അർജുനൻ്റെ വിഷാദം? അർജുനന് ഒരു കാര്യം ചെയ്യാനുള്ള അറിവുണ്ട്, അതിൽ പ്രാവീണ്യമുണ്ട്, അതിൽ കഴിവുറ്റ ആളാണ്, അത് അങ്ങേയറ്റം ഭംഗിയായി നിർവഹിക്കാൻ പോകുന്ന അറിവുള്ള ആളാണ്. പക്ഷേ അത് ഒരവസരം വന്നപ്പോൾ, ഏതൊരവസരത്തിന് വേണ്ടിയാണോ താൻ ഇതൊക്കെ സമാഹരിച്ചു വെച്ചത്, ആ അവസരം, കൃത്യമായ ഒരു അവസരത്തിൽ അർജുനന് അതിനെ പ്രയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതാണ് വിഷാദം എന്ന് പറയുന്നത്. അത് ആ അർജുനനെ മാറ്റിയിട്ട് നമുക്കൊക്കെ തന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ട്, ചെയ്യാൻ നമുക്കറിയാം, പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാവുന്നു. അതിന് കാരണമാവുന്നത് എന്താണ് എന്നാണെങ്കിൽ ബന്ധുമിത്രാദികളാണ്. അതാണ് അർജുനൻ്റെ പ്രശ്നം. അർജുനൻ ചോദിക്കുന്നത് തന്നെ അങ്ങനെയാണ്. സ്വജനം ഹി കഥം ഹത്വ സുഖിനസ്യാമ മാധവ. സ്വന്തം ആളുകളെ കൊന്നിട്ട് എങ്ങനെയാണ് സുഖമായിരിക്കാൻ സാധിക്കുക? യുദ്ധം, ഇതൊക്കെ നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള അതൊരു ഫിലോസഫിയാണ്. ഒരാളെ കൊല്ലുക എന്നുള്ളത് വിട്ടേക്ക്, ഇനി അങ്ങനെ തന്നെ ഒരു കൊല്ലേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലോ തൂക്കിക്കൊല്ലലാണ്. തൂക്കിക്കൊല്ലേണ്ടുന്ന ആരച്ചാർക്ക് സ്വന്തക്കാരനെയാണ് തൂക്കേണ്ടി വന്നത്. ആരച്ചാരുടെ ജോലി എടുത്തല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഈ സ്വന്തക്കാരുടെ കാര്യത്തിൽ ഈ ജഡ്ജിമാരൊന്നും വിധിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. ഏതായാലും ഗീതയിൽ അർജുനൻ്റെ വിഷാദത്തിൻ്റെ കാരണം ശങ്കര ഭഗവത്പാദർ കാണുന്നത് അഹമേഷാം മമ ഏതേ. അഹമേഷാം, ഞാൻ അവരുടേതാണ്, മമ ഏതേ, അവരെൻ്റേതാണ്. അപ്പം ഞാനെന്നും എൻ്റേതെന്നും, ഇതിൽ നിന്നാണ് അർജുനൻ എന്തുണ്ടായത്? ശോകമോഹങ്ങളുണ്ടായത്. അതൊരു ഭ്രാന്താണ് എന്നാണ് ശങ്കര ഭഗവത്പാദരുടെ നിരീക്ഷണം. അഹമേഷാം മമ ഏതേ ഇതി ഭ്രാന്തിപ്രത്യയ നിമിത്ത ഹേതുഹു. ഈ ഭ്രാന്തിൽ നിന്നുണ്ടായിട്ടുള്ള ശോകമോഹങ്ങളാണ് അർജുനനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. നമുക്കും അതെ, നമ്മുടെ സ്വന്തക്കാരാണ് നമ്മുടെ പ്രതിയോഗികളായിട്ട് വരുന്നതെങ്കിൽ, അത് ഏത് കാര്യത്തിലാണെങ്കിലും, അപ്പം നമുക്ക് എന്തുണ്ടാകുന്നു? ഒരു വിഷാദം ഉണ്ടാവും. പല കാര്യങ്ങളിലും തീരുമാനം എടുക്കാൻ പറ്റാത്തതും പലതും ചെയ്യുന്നതുമൊക്കെ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ പൂർണ്ണതയെ കെടുത്തിക്കളയുന്നു
സ്വജനം എന്ന സ്വന്തം എന്ന സംഘം അതിന് തടസ്സം നിൽക്കുന്നു. ആ സംഘത്തിൽ നിന്നുണ്ടാകുന്ന വിഷാദത്തെ വിസ്തരിച്ച് തന്നെ 1-ാം അധ്യായത്തിൽ പറയുകയുണ്ടായി. അങ്ങനെ ആ 1-ാം അധ്യായം കഴിഞ്ഞ് 2-ാം അധ്യായം, അർജുന വിഷാദ യോഗം കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ സാംഖ്യയോഗത്തിൽ വന്ന സമയത്ത് ഭഗവാൻ ഉപദേശം തുടങ്ങുന്നു. ആ ഉപദേശം തുടങ്ങുമ്പം അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാൻ ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച ന അനുശോചന്തി പണ്ഡിതാഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഉപദേശം തുടങ്ങുന്നത്. അവിടെ അശോച്യാൻ, ദുഃഖിക്കാൻ അവകാശമില്ലാത്ത ആളുകളെക്കുറിച്ച് ത്വം, നീ ദുഃഖിക്കുന്നു. അപ്പോൾ ഈ ഭഗവത്ഗീത ആദ്യത്തെ 6 അധ്യായങ്ങളെ തൊമ്പതത്തിൻ്റെ അർത്ഥത്തെ നിരൂപണം ചെയ്യുന്നതായിട്ടാണ് പൂർവന്മാരായിട്ടുള്ള ആചാര്യന്മാർ ഭഗവത്ഗീതയെ കണ്ടിട്ടുള്ളത്. എന്താണ് ഈ ത്വംപദം? തത്വമസി മഹാവാക്യത്തിലെ ത്വംപദമാണ്. ത്വം എന്നത് നീ. അപ്പോൾ നീ എന്നത് നമ്മളെ സംബന്ധിക്കുന്ന ഈ ശ്രോതാക്കളായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൽ കേൾവിക്കാരായിട്ടുള്ള, വായനക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ആദ്യത്തെ നിരൂപണം, ആദ്യത്തെ 6 അധ്യായത്തിലെ നിരൂപണം നമ്മളെക്കുറിച്ചുള്ളതാണ്. 9 അർത്ഥ നിരൂപണമാണ്. അപ്പോൾ ആ 9 അർത്ഥ നിരൂപണത്തെ ഭഗവാൻ 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം മുതൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിച്ച് ഈ 6-ാം അധ്യായത്തിലെ അവസാന ശ്ലോകത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ 9 നിരൂപണം കഴിഞ്ഞു. ഇനി വരുന്നത് തത്പദ നിരൂപണമാണ്. അത് 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ വരും. നമുക്കപ്പോൾ ഈ കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു രത്നചുരുക്കത്തിലേക്ക് വരാം. 2-ാം അധ്യായം ഭഗവത്ഗീതയുടെ വലിയ അധ്യായമാണ്. സാമാന്യം ഏറ്റവും വലിയ അധ്യായം എന്ന് വിശേഷിപ്പിക്കാം. ഏറെക്കുറെ ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, അത് കർമ്മസംബന്ധമായതും ജ്ഞാനസംബന്ധമായതും എല്ലാം തന്നെ അതിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വിസ്താരമാണ്. അപ്പോൾ 2-ാം അധ്യായത്തിൽ ഭഗവാൻ ആരംഭത്തിൽ ഇത് പറഞ്ഞുകൊണ്ട്, ദുഃഖിക്കാൻ അവകാശമില്ലാത്തതിൽ നീ ദുഃഖിക്കുന്നു, പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാൻ, പ്രജ്ഞയുള്ളവരുടെ വാക്കുകളെ അതുപോലെ നീ സംസാരിക്കുന്നു. എന്നാൽ അറിവുള്ളവർ ഇപ്പോൾ ഉള്ളവരെക്കുറിച്ചോ പോയിട്ടുള്ളവരെക്കുറിച്ചോ ദുഃഖിക്കുന്നില്ല. അതുകൊണ്ട് ഈ ആദ്യം തന്നെ ഭഗവാൻ പറയുന്നത് അറിവും ദുഃഖവും ഒരുമിച്ചിരിക്കില്ല എന്നാണ്. അപ്പം ദുഃഖമുണ്ടോ? അറിവില്ലായ്മയുണ്ട്. ഏതറിവില്ലായ്മയാണ്? നമ്മുടെ അക്കാഡമിക്കായിട്ടുള്ള നോളേജിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. യാതൊന്നാണോ അറിയേണ്ടത് അതിനെ അറിയായിക, സത്യത്തെ അറിയായിക, പരമമായ സത്യത്തെക്കുറിച്ചുള്ള അജ്ഞാനം, അത് തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ അവിദ്യയിലാണ് അർജുനൻ നിലകൊള്ളുന്നത്. അതാണ് ഈ 9 നിരൂപണം ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ്. അങ്ങനെ അവിടെ ഭഗവാൻ ഉപദേശം തുടങ്ങുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം, നിന്റെ സ്വരൂപം എന്താണ്, എൻ്റെ സ്വരൂപം എന്താണ്, ഈ കാണുന്ന എല്ലാറ്റിൻ്റെയും സ്വരൂപം എന്താണ്? അത് നിത്യമാണ്. അതൊരിക്കലും ഏതെങ്കിലും ഒന്നിനാലും അത് ഹനിക്കപ്പെടാവുന്നതല്ല. അഗ്നിക്ക് അതിനെ ദഹിപ്പിക്കാൻ സാധിക്കില്ല, ജലത്തിന് കുതിർക്കാൻ സാധിക്കില്ല, കാറ്റിനതിനെ ഉണക്കി വരട്ടാനോ ഒന്നും സാധ്യമല്ല. പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ, പ്രകൃതിയിലെ ഒന്നിനും അതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യമല്ല. അത് നിത്യമാണ്, സർവഗതമാണ് എന്നൊക്കെ അതിഗംഭീരമായ ആത്മാവിൻ്റെ, നീയും ഞാനും ഈ കാണുന്നതൊക്കെ അതാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഗംഭീരമായ പ്രഖ്യാപനം നടത്തി. പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം എന്താണ്? അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണുഹു അചലോയം സനാതന. അപ്പം ഇതാണ് നീയും ഞാനും ഈ കാണുന്നതൊക്കെ. ഈ കാണുന്ന രാജാക്കന്മാരും നീയും ഞാനുമൊക്കെ
മുമ്പേ ഉണ്ടായിട്ടുണ്ട്, ഇനി മേലിലും ഉണ്ടായിരിക്കുകയും ചെയ്യും എന്ന് അർജുനനോട് പറയുമ്പോൾ കേവലം ശരീരത്തിൻ്റെ തലത്തിലല്ല ഭഗവാൻ ആ കാര്യം പറഞ്ഞത്. അതേ 2-ാം അധ്യായത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ വിഷയങ്ങളാൽ ഹരിക്കപ്പെട്ട് നമ്മുടെ സർവനാശത്തിലേക്ക് പോകുന്നത്, സർവ ഉത്കർഷത്തിലേക്കും നമ്മൾ തിരിയുന്നത് എന്നുള്ളതിൻ്റെ വളരെ നല്ല മനോഹരമായിട്ടുള്ള ഗാന്ധിജിയെ ഭഗവത്ഗീതയിൽ ആകൃഷ്ടനാക്കിയ ശ്ലോകം നമ്മൾ പഠിച്ചതാണ്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന പ്രസിദ്ധമായ ശ്ലോകം. ഓരോരോ വിഷയങ്ങളെ ധ്യാനിച്ച് ശബ്ദസ്പർശ രസരൂപഗന്ധാദികൾ, അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛങ്ങളായിട്ടുള്ള ഭോഗങ്ങളെ, ഭോഗേച്ഛയെ കാമിച്ച് അതിൽ താല്പര്യമുണ്ടായി, ആ താല്പര്യത്തിന് എതിര് നിൽക്കുന്നവരോട് ക്രോധമുണ്ടായി, ആ ക്രോധത്തിൽ നിന്ന് ഓർമ്മപ്പെശകും ബുദ്ധിനാശവും ഒക്കെ വന്ന് സർവനാശത്തിനും അവസാനം വല്ല ജയിലിലാവുന്നതും അല്ലെങ്കിൽ വല്ലവരുടെ കത്തിയുടെ ഇരയാവുന്നതും എന്തെങ്കിലും വിധത്തിലൊക്കെ നശിച്ച് നാരായണക്കല്ലെടുക്കുന്ന പദ്ധതിയെക്കുറിച്ച്, എങ്ങനെയാണ് മനുഷ്യൻ നശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. പിന്നീട് 2-ാം അധ്യായത്തിൽ ഏറെ കർമ്മത്തിൻ്റെ നിയമത്തെക്കുറിച്ച് പറഞ്ഞു. 4 ചതുസ്സൂത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂഹു മാതേ സംഗോസ്ത്വകർമ്മണി. കർമ്മത്തിൽ നിനക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അത് സ്വതന്ത്രമാണ്. മാ ഫലേഷു കഥാചന, ഒരിക്കലും കർമ്മഫലത്തിൽ നിനക്ക് അധികാരമില്ല. ജോലി ചെയ്യാൻ അധികാരമുണ്ട്, കൂലി ചോദിക്കാൻ അധികാരമില്ല എന്ന മുടന്തൻ ന്യായമല്ല ഇവിടെ പറഞ്ഞത്. കർമ്മം സ്വതന്ത്രമാണ്, അത് ചലനമാണ്. ഇതിനെ നമ്മൾ വിസ്തരിച്ച് കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ 5 വിധത്തിലുള്ള ചലനങ്ങൾ: ഉത്ക്ഷേപണം, അവക്ഷേപോ, ഗമനം ച പ്രസാരണം, ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മപഞ്ചവിധം ബുധാഹ എന്ന് പറഞ്ഞിട്ടുള്ള ഉയർത്തുക, താഴ്ത്തുക, വലിക്കുക, ചുരുക്കുക, നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് സാധിക്കാവുന്ന ഉത്പാദ്യം, വികാര്യം, സംസ്കാരം, പ്രാപ്യം, ഉൽപ്പാദിപ്പിക്കുക, പരിണമിപ്പിക്കുക ഇത്യാദി കാര്യങ്ങളുടെയൊക്കെ വൈവിധ്യങ്ങളായിട്ടുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ പരിമിതികളും അതിൻ്റെ സാധ്യതകളെയും കണ്ടതാണ്. അപ്പോൾ അതിലെന്താ, നിനക്ക് അധികാരമുണ്ട്. കർമ്മഫലമോ അത് സ്വതന്ത്രമാണ്, നിന്നെ ആശ്രയിച്ചിട്ടല്ല. അത് ജോലിയും കൂലിയായിട്ട് മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കിയത് മൊത്തം തകരാറാവും. അങ്ങനെ ജോലിയും കൂലിയായിട്ട് മനസ്സിലാക്കുമ്പോഴത് നമ്മുടെ അവർണനെ ദ്രോഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണെന്ന് അന്തവും കുന്തവും ഇല്ലാത്തവന്മാർ പറയണത്. അപ്പോൾ അവരുടെ വാക്കുകൾ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിൽ വലിയ കാര്യമില്ല. ഇതൊരു പ്രകൃതി നിയമമാണ്. കൈയടിക്കുക എന്നുള്ളത് ഒരു കർമ്മമാണ്. പക്ഷേ അതിലെ ശബ്ദം എന്ന് പറയുന്നത് സ്വതന്ത്രമാണ്. അതിലെനിക്ക് അവകാശമില്ല, അധികാരമില്ല. അത് മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ട് കർമ്മണി ഏവത്തെ അധികാരഃ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹേതുർഭൂഹു. കർമ്മഫലത്തിന് നീ ഹേതു ആകരുത്. അതിൽ അനുകൂലമായും പ്രതികൂലമായും കർമ്മത്തിൻ്റെ ഫലം ഉണ്ടാവും. ഈ അനുകൂല പ്രതികൂല പ്രതികരണങ്ങൾ നിന്നെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം കട്ട പുകയാവും അർജുന. അതുകൊണ്ട് കർമ്മഫലത്തിന് നീ ഹേതു ആകരുത്. മാ കർമ്മഫലഹേതുർഭൂഹു മാതേ സംഗോസ്ത്വ കർമ്മണി. കർമ്മം ചെയ്യാതിരിക്കുക എന്നതിൽ നിനക്ക് സംഘവും ഉണ്ടാകരുത്. ഈ 4 നിയമങ്ങൾ, പ്രസിദ്ധമായ 4 നിയമങ്ങൾ, അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആ നിയമങ്ങളെയും 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ആ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് കർമ്മയോഗം എന്നാണ്. ആ കർമ്മയോഗത്തിൽ ഭഗവാൻ പറഞ്ഞു, നഹി കശ്ചിത് ക്ഷണമഭി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി. പ്രകൃതി ഗുണത്തിനനുസൃതമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നൊഴിയാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണു. ക്ഷമിക്കണം, ഒന്നിനും കർമ്മത്തിൽ നിന്നുള്ള വിടുതൽ, ഒരു പ്രപഞ്ചത്തിലെ ഒരു ഘടകത്തിനും അതിൽ നിന്ന് വിടുതലില്ല. എല്ലാം അനുസ്യൂതം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ പ്രകൃതിയുടെ ഗുണത്തിനനുസൃതമായിട്ട്. തുടർന്ന് അർജുനൻ ഭഗവാനോട് ഗംഭീരമായൊരു ചോദ്യം ചോദിച്ചു. എന്തിനാണ് എന്നെക്കൊണ്ട് ഈ കൊടിയ പാപം ചെയ്യിക്കുന്നത്? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മനുഷ്യന്മാരിങ്ങനെ അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ട് പോലും
ഭഗവാനെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്ന്. അതൊക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭിവാർഷ്ണയ ബലാദിവ നിയോജിത. ഓരോരോ കുറ്റകൃത്യങ്ങളിൽ മനുഷ്യരേർപ്പെടുന്നതിൻ്റെ പിറകിലെ മനഃശാസ്ത്രം എന്താണ്? അർജുനൻ്റെ ചോദ്യമാണ്. ചിലപ്പോൾ ചിലർ ആഗ്രഹിക്കാഞ്ഞിട്ട് പോലും അവരെ കൊണ്ട് ബലമായി ആരോ ഇതൊക്കെ ചെയ്യിക്കുന്നുവല്ലോ, ആരാണ് അതിൻ്റെ പിറകിൽ? അവിടെ ഭഗവാൻ വളരെ മനഃശാസ്ത്രപരമായി തന്നെ ഉത്തരം കൊടുത്തു. എന്താണോ ധ്യായതോ വിഷയാൻ പുംസഹ എന്ന് 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, അതിൻ്റെ ഒരാവർത്തനം പോലെ പറഞ്ഞു. കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ. രജോഗുണത്തിൽ നിന്ന് ആവിർഭവിച്ചിട്ടുള്ള അവൻ്റെ കാമം തന്നെയാണ്, അവൻ്റെ ആഗ്രഹങ്ങളാണ് അവനെക്കൊണ്ട് ഈ ഓരോ കൊടിയ പാപങ്ങളെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനെ നീ തിരിച്ചറിയണം. അത് എങ്ങനെയാണോ ഇന്ദ്രിയത്തിലും മനസ്സിലും ബുദ്ധിയിലും ധൂമേന ആവ്രിയതേ വന്നി ഗർഭോ യഥാ ഗർഭോ ഉൽബേന ആവൃത യഥാദർശോ മലേനച്ച. ഇങ്ങനെ 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. കണ്ണാടിയിൽ അഴുക്ക് പറ്റിയിരിക്കുന്നത് പോലെ ഗർഭസ്ഥ ശിശു എന്താ പറയുക, ആ തൊലിയാൽ ആവരണത്താൽ ചർമ്മത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് പോലെ അഗ്നിയിൽ ചാരത്താൽ അഗ്നി മറയപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും ഈ ജ്ഞാനത്തെ ഈ അജ്ഞാനം മറച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അർജുന, നീ അതിനെ ജയിക്കേണ്ടതാണ്. അതാണ് നിൻ്റെ ഇവിടുത്തെ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ 3-ാം അധ്യായം ആ കർമ്മയോഗ രഹസ്യം അർജുനന് വെളിപ്പെടുത്തി കൊടുത്തു. അവിടെയൊക്കെ ഈ എന്താണ് ത്വം എന്നുള്ളത് ആരാണ്, എന്തൊക്കെയാണ് നമ്മളിൽ ഓരോരുത്തരിലും സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ വിസ്താരം തന്നെയാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് 4-ാം അധ്യായം വരുമ്പോൾ അതെന്താണ്? ജ്ഞാനകർമ്മ സന്യാസമാണ്. അവിടെ മാത്രമല്ല 3-ാം അധ്യായത്തിൽ ഭഗവാൻ ഏറ്റവും ഈ കർമ്മയോഗത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകം പറയുന്നത് എന്താണ്? ഈ കർമ്മം യജ്ഞരൂപത്തിലല്ല എങ്കിൽ അത് വലിയൊരു ഒരു ട്രാപ്പാണ് അർജുന. അതൊരു കെണിയാണ്. ആ കെണിയിൽ നമ്മൾ വീണുപോകും. ആ കെണി, ഈ വലിയ കർമ്മചക്രം എന്ന് പറയുന്ന ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തു വേണം? അതാണ് 3-ാം അധ്യായത്തിൻ്റെ ഉപസംഹാരത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കണ്ടത്. അവിടെയാണ് ഭഗവാൻ യജ്ഞത്തെ പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. എന്താണ്? ഈ കർമ്മത്തെ യജ്ഞമായി, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന. യജ്ഞാർത്ഥത്തോടു കൂടിയിട്ടല്ല കർമ്മം ചെയ്യുന്നതെങ്കിൽ അത് ഈ കെണി ഉണ്ടാക്കുന്നതാണ്, കർമ്മബന്ധന. അതൊരു വലിയ പൂട്ടാണ് അർജുന. അതുകൊണ്ട് ഏത് കർമ്മവും ചെയ്യാം. ആ കർമ്മങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം? യജ്ഞാർത്ഥത്തിൽ ചെയ്യണം. യജ്ഞാർത്ഥം എന്ന് പറയുമ്പോൾ എന്താണ്? ഇഷ്ടിക നിരത്തി ചെയ്യലാണ് എന്ന് നമ്മൾ കണ്ടിട്ടില്ല. മറിച്ച് ആ യജ്ഞപ്രകരണത്തെയാണ് 4-ാം അധ്യായം വന്ന സമയത്ത് അതിൽ വിസ്തരിച്ചിട്ടുള്ളത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള പല വിവാദങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരമവ്യയം തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധങ്ങളായിട്ടുള്ള ശ്ലോകങ്ങൾ അതൊക്കെ ഈ 4-ാം അധ്യായത്തിൽ വന്നു. പിന്നെ 5-ാം അധ്യായത്തിൽ വരുമ്പം യജ്ഞപ്രകരണം മുഴുവൻ വരുന്നത് 4-ാം അധ്യായത്തിലാണ്. എങ്ങനെയാണ് ഓരോരോ വൈവിധ്യങ്ങളായിട്ടുള്ള യജ്ഞങ്ങളെ ചെയ്യേണ്ടത്? അതേസമയം ബ്രഹ്മാർപ്പണം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്ന് അതിലാണ്. 24-ാമത്തെ 4:24 ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറയുന്നത്. എല്ലാറ്റിനെയും യജ്ഞമായിട്ട്, അതാണ് ഈ ഉരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി. എല്ലാം യജ്ഞമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ കർമ്മങ്ങളിൽ നിന്ന് ഓടേണ്ടതില്ല. മറിച്ച് യജ്ഞഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാലോ കർമ്മമുണ്ട്, ആ കർമ്മത്തിന് ഫലമുണ്ട്. പക്ഷേ നമ്മൾ സ്വതന്ത്രരാണ്. ചക്ക മുറിക്കുന്നതിന് മുമ്പ് എണ്ണ പുരട്ടുക എന്നുള്ളത് പോലെ രാമകൃഷ്ണദേവൻ പറയുന്ന ചക്ക മുറിക്കുന്നതിന് മുമ്പുള്ള എണ്ണ പുരട്ടൽ, കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഈ ജ്ഞാനതൈലം പുരട്ടി ഏത് ഏടാകൂടം കർമ്മങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. തുടർന്ന് 5-ാം അധ്യായത്തിൽ വന്നപ്പോഴാണ് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ 4-ാം അധ്യായം, കർമ്മസന്യാസത്തിൽ 5-ാം അധ്യായത്തിൽ വന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്
ലേക്ക് നമ്മൾ എങ്ങനെയാ പ്രവൃത്തിപഥത്തിൽ ഇത് കൊണ്ടുവരേണ്ടത്, അതേപോലെ തന്നെ കാഴ്ചപ്പാടിലുണ്ടാവുന്ന എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു കാഴ്ച എന്നതിൻ്റെ മനോഹരമായ ദൃശ്യം അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ വിദ്യ കൊണ്ട് വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ജൈവ ശ്വഭാഗേച്ച പണ്ഡിത സമദർശിന എന്ന് പറയുന്ന സമദർശനം. അപ്പം അത് ആരും ആവട്ടെ, ബ്രാഹ്മണനാവട്ടെ, പശു ആവട്ടെ, ചണ്ടാലനാകട്ടെ, ഇന്നവനെന്നൊന്നുമില്ല. എല്ലാ പ്രകൃതിയിലെ എല്ലാറ്റിനോടും. എന്തിനാണ് എണ്ണി എണ്ണി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത് വിശേഷപ്പെട്ടത് എന്നതില്ല. എല്ലാറ്റിനോടെന്ന് പറഞ്ഞാൽ എല്ലാറ്റിനോടുമാണ്. എന്നാൽ എല്ലാറ്റിനോടെന്ന് മാത്രം പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ അത് പോരാ എന്നുള്ള ആൾക്കാരും ഉണ്ട്. ഈ എല്ലാറ്റിലും പെടുത്താത്ത ആൾക്കാർ തന്നെ ഉണ്ട്. പലതിനും എല്ലാം എന്ന് പറയുമ്പോഴും ഇന്നതൊന്നും പെടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് എണ്ണി എണ്ണി പറഞ്ഞത് ഓരോന്നിൽ നിന്നും ഓരോന്നിനെ എടുത്തുകൊണ്ട് ഓരോന്നിൻ്റെ പ്രതിനിധികളാണ്. അവരെല്ലാം തന്നെ എല്ലാറ്റിനെയും എങ്ങനെ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവസാന അധ്യായമായിട്ടുള്ള 6-ാം അധ്യായം. ഈ 6-ാം അധ്യായത്തിലാണ് ധ്യാനത്തിൻ്റെ എങ്ങനെയാണ് സത്യത്തെ സാക്ഷാത്കരിക്കേണ്ടത് എന്നതിൻ്റെ ധ്യാന പ്രക്രിയയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്, ധ്യാന ഭൂമികയിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത്, അവനവനെ അറിയുക എന്ന പ്രക്രിയ തന്നെയാണ് ധ്യാനം. അപ്പോൾ അതിനെന്ത് വേണം? ഭഗവാൻ പറഞ്ഞു, ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മന നാത്രുച്ഛിതം നാദിനീജം ചൈലാജിന കുശരോത്തരം തത്രൈകാഗ്രം മനഃകൃത്വ തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ. ഒരു വൃത്തിയുള്ള ഒരു ഇടം, നല്ല വായുവും വെളിച്ചവും ഒക്കെ ഉള്ള ഒരു നല്ല സ്ഥലത്ത്, ഒരു വൃത്തിയുള്ള നല്ല കട്ടിയുള്ള എന്തെങ്കിലും പുതപ്പോ ഒക്കെ പുല്ലുപ്പായോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അതിൽ നിവർന്നിരുന്ന് തത്രൈകാഗ്രം മനഃകൃത്വ അവിടെ ഏകാഗ്രപ്പെട്ട് എങ്ങനെ ധാരയൻ അചലം സ്ഥിര, ഇളകിക്കൊണ്ടല്ല, സമം കായ ശിരോഗ്രീവം, അപ്പോൾ ശിരസ്, കഴുത്ത്, ഉടൽ മൊത്തത്തിലൊരു നേർരേഖയിൽ എന്ന വണ്ണം വെച്ച് നാസികയിൽ ഭ്രൂമധ്യത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ച് എടുക്കുന്ന പ്രാണനിലേക്ക് പൂർണ്ണമായ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ച് എങ്ങനെയാണോ മനസ്സിനെ അടക്കുന്നത്, ഓരോരോ വിചാരങ്ങളെ എങ്ങനെയാണ് അടക്കി ഇതിൻ്റെയൊക്കെ എല്ലാ ചിന്തകളുടെയും ഉറവിടമായിട്ടുള്ള ബോധത്തിലേക്ക്, ആ ബോധത്തെ താനാണെന്നറിഞ്ഞ് അതിൽ വിശ്രാന്തി കൊള്ളേണ്ടത്, ഇതിൻ്റെ വഴി ധ്യാനത്തെ കുറിച്ച് പറഞ്ഞു. ധ്യാനത്തിൻ്റെ അവസാനത്തിൽ ജ്ഞാനിയേക്കാൾ, യോഗിയേക്കാൾ, എല്ലാറ്റിനേക്കാൾ കേമനാണ്, ശ്രേഷ്ഠനാണ് അവനവനിൽ ആ സത്യത്തെ കണ്ടെത്തുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് 6-ാം അധ്യായത്തിൻ്റെ ഉപസംഹാരം. ധ്യാനത്തിൻ്റെ വളരെ വിസ്തരിച്ച് തന്നെ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളും ഈ കഴിഞ്ഞ 79 ദിവസങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഈ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 7-ാം അധ്യായം ഇവിടെ എന്താണ്? ജ്ഞാനവിജ്ഞാന യോഗം. ഈ ജ്ഞാനവിജ്ഞാന യോഗത്തിൽ ഇതൊരു 2ാമത്തെ ഭാഗമാണ്. ആദ്യത്തെ 6 അധ്യായത്തെ നേരത്തെ പറഞ്ഞ 9 അർത്ഥ നിരൂപണമാണെങ്കിൽ, 9ത്തെ വിസ്തരിക്കുന്നതാണെങ്കിൽ, ഇത് തത്പദത്തെ വിസ്തരിക്കുകയാണ്. അപ്പോൾ അവിടെ അശോച്യാൻ അന്വശോചസ്ത്വം ത്വം എന്നുള്ളതാണ് അവിടെ തുടങ്ങുന്നത് ഭഗവാന്റെ ഉപദേശം. അപ്പോൾ ഇവിടെ വരുമ്പം തത്പദം പറയുന്നു, തത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ തത്പദവും ത്വംപദവും? ഇനി അവസാനത്തെ 6 അധ്യായം എന്ന് പറയുന്നത് അസിയുടെ വിവരണമാണ്. അപ്പം എന്താണ് ഇത് എന്നാണെങ്കിൽ, ഇത് വളരെ പ്രസിദ്ധമായ മഹാവാക്യമാണ് തത്വമസി എന്നുള്ളത്. അപ്പോൾ ഈ തത്വമസി മഹാവാക്യം എന്ന് പറയുന്നത് അതൊരു ഉപദേശവാക്യമാണ്. എവിടെ വരുന്നതാണ്? സാമവേദത്തിൽ വരുന്നതാണ്. അപ്പോൾ 4 വേദങ്ങളിൽ നിന്ന് 4 മഹാവാക്യങ്ങളുണ്ട്. മഹാവാക്യങ്ങൾ തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, ഇങ്ങനെയാണ്. അപ്പോൾ ഈ തത്വമസി എന്നുള്ളത് ഉപദേശവാക്യമാണ്.
ആ ഉപദേശത്തിന് ശ്രവണം എന്ന് പറയും. ഈ ശ്രവണം കഴിഞ്ഞാൽ പിന്നെയുള്ള അടുത്ത പ്രോസസ്സാണ് മനനം എന്ന് പറയുന്നത്. മനനം ചെയ്യേണ്ട, ആ മനനം ചെയ്യേണ്ടിടത്തുനിന്ന് വരുന്ന മഹാവാക്യങ്ങളാണ്, 2 എണ്ണമുണ്ട്. അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത്. പിന്നെ അത് അനുഭവമാവുന്നതാണ്, അതാണ് നിധിധ്യാസനം എന്ന് പറയുന്ന, അനുഭവപ്പെടുത്തുന്നത്. ആ അനുഭവവാക്യമാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത്. അപ്പോൾ ഇത് 4 വേദങ്ങളിൽ നിന്നുള്ള അതിൻ്റെ കാച്ചിക്കുറുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ് എന്താണ് ഭഗവാൻ പറയുന്നുണ്ട്. ആദ്യം തന്നെ ശ്ലോകത്തിൽ തന്നെ പറയും. നമുക്ക് ശ്ലോകത്തിലേക്ക് വരാം. അപ്പോൾ ഈ തത്വമസി മഹാവാക്യത്തിൻ്റെ വിസ്താരമാണ് ഭഗവത്ഗീത എന്ന് പൂർവന്മാരായിട്ടുള്ള ആചാര്യന്മാർ ഭഗവത്ഗീതയെ അങ്ങനെ കാണുന്നുണ്ട്. അതിനെ അവലംബമാക്കുന്നത് ഈ രീതിയാണ്. അപ്പോൾ 4 മഹാവാക്യങ്ങളിൽ ഒന്നാമത്തെ മഹാവാക്യമായിട്ടുള്ള പ്രജ്ഞാനം തത്വമസി എന്ന ഈ മഹാവാക്യത്തിലെ 9 ആദ്യത്തെ 6 അധ്യായം കൊണ്ട് കഴിഞ്ഞു. ഇതാ ഇവിടെ 2ാമത്തെ അധ്യായം, അതായത് 2ാമത്തെ പ്രകരണം, ദ്വിതീയ ഷഡ്കം. പ്രഥമ ഷഡ്കം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 അധ്യായങ്ങളും, 2ാമത്തേത് എന്താ പറയണത്? ജ്ഞാനവിജ്ഞാന യോഗത്തിൽ. നമുക്ക് തുടങ്ങാം. ഈ അധ്യായം തുടങ്ങുന്നത് ഭഗവാൻ പറഞ്ഞുകൊണ്ടാണ്. ശ്രീ ഭഗവാനുവാച മയ്യാസക്തമനാഃ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തത്ശൃണു. അതിനെ കേട്ടാലും, അതുകൊണ്ടാണ് ഇതിനെ തത്പദ നിരൂപണം എന്ന് പറയുന്നത്. തത്ശൃണു, അതിനെ കേട്ടാലും. ഇതാ ഭഗവാൻ പറയുന്നത്, മൈ ആസക്ത മനാഹ, ഹേ പാർത്ഥ, യോഗം യുഞ്ജൻ മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തത് ശൃണു. ഹേ പാർത്ഥ, അല്ലയോ അർജുന, മൈ ആസക്തമനാഹ, മൈ എന്നിൽ. ഇവിടെ മൈ എന്ന് പറയുമ്പം എന്നിൽ ഭഗവാൻ ഈ എന്നിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ നിങ്ങൾ സ്നേഹപൂർവം തന്നെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയാലേ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണം. നമ്മുടെ കുട്ടികൾ, നമുക്ക് പ്രിയപ്പെട്ട കുട്ടികൾ, ഈ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അവർ ചിലപ്പം വിദേശത്ത് പഠിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഹോസ്റ്റലിൽ നിന്നിട്ടോ ഇവിടുന്നൊക്കെ ആയിരിക്കും. അപ്പോൾ തൽക്കാലം നമ്മൾ ആ കുട്ടികൾ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. വിഷമമൊക്കെ ഉണ്ടാവും തൽക്കാലം. പക്ഷെ കുട്ടികളുടെ ഭാവിയും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴോ അത് അനിവാര്യമാണ്. എന്നതുപോലെ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആള് നമ്മൾ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആള് എന്നൊക്കെ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അത് പിടികിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിലൊരു ചിത്രമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഗുരുവായൂരിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന, അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് ഈ കൃഷ്ണൻ്റെ പ്രതിമ അല്ലെങ്കിൽ ഫോട്ടോ ഇതൊക്കെ അവിടെ പൾപ്പിലും കളിമണ്ണിലും മരത്തിലും ചന്ദനത്തിലും ഒക്കെ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ലോഹത്തിലും സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലൊക്കെ ഉണ്ടാവും, ഓരോരുത്തരുടെ ധനത്തിൻ്റെ സ്ഥിതി അനുസരിച്ച്. അപ്പോൾ നമ്മളിതൊക്കെ മേടിക്കാൻ പോകുമ്പോൾ
നമ്മൾ അഭിപ്രായങ്ങൾ പറയും, ഈ കൃഷ്ണൻ്റെ അത്ര ഫേസ് അത്ര കൊണ്ട് ശരിയായിട്ടില്ല എന്ന് പറയും, ഇത് തിരക്കിട്ടില്ല, ഇത് നന്നായിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ട ഒരാളാണ്, നമ്മൾ ഫോട്ടോ എടുത്തതുപോലെയൊക്കെയാണ് പറയാം. എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിനെ തൽക്കാലം നിങ്ങൾക്ക് മാറ്റി നിർത്താൻ സാധിച്ചാൽ മാത്രമേ ഇതങ്ങോട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പം അർജുനനോട് ഭഗവാൻ മയി എന്ന് പറയുമ്പോൾ ഇത് വ്യാസരാണല്ലോ ഇത് എഴുതിയിട്ടുള്ളത്, ഗീത. വ്യാസർ അങ്ങനെ ഒരു ചിത്രമൊന്നും വരച്ചിട്ടില്ല. ഈ കൃഷ്ണനെക്കുറിച്ച് വ്യാസർ പറയുന്നുണ്ട്, ആരാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണനെ കൊണ്ട് കൃഷ്ണൻ പറയിക്കുകയാണ്, കൃഷ്ണനിലൂടെ വ്യാസർ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു ഉടക്കി നിൽക്കുന്ന ഒരു ഇടമുണ്ട്. അതൊരു ഉടക്ക് തന്നെയാണ്, ഒരു കുടുക്കാണത്. ആ കുടുക്കിനെ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ നമ്മൾ തൽക്കാലം ഹോസ്റ്റലിലേക്ക് നിർത്തുമ്പോൾ വേറിട്ട് നിൽക്കുന്നത് പോലെ ഒന്ന് നിങ്ങൾ കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ ഇത് ശരിയാവും. അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഈ വീണ്ടും ഇവിടെ പറയുന്നത് മുഴുവൻ ആ അദ്വൈത ഫിലോസഫിയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പോയിട്ട് ഇങ്ങനെ ചെറിയ എട്ടാവട്ടത്ത് പോയി കുടുങ്ങി കിടക്കും. അപ്പോൾ എന്നിൽ ആസക്തമനാഹ, എന്നിൽ മനസ്സിനെ പൂർണ്ണമായി സമർപ്പിച്ചിട്ടുള്ള, അതിനോട് അങ്ങേയറ്റത്തെ എന്താ പറയുക അഭിവാഞ്ചയുള്ള, രതിയുള്ള നിനക്ക്. അപ്പോൾ ഏത് കൃഷ്ണൻ? അപ്പോൾ ഇവിടെ മയി എന്ന് പറയുമ്പം മനസ്സിലാക്കേണ്ടത് അർജുനനിലെ കൃഷ്ണനുണ്ട്. ഇതാണ് കഴിഞ്ഞ 6-ാം അധ്യായം, 2-ാം അധ്യായം മുതൽ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. അതെന്താണ്? അത് ഈ ബോധസ്വരൂപനായിട്ടുള്ളതാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതും അത് തന്നെയാണ്. അതിനോടാണ് നമുക്ക് ആസക്തി. യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയുന്നുണ്ട്, ആത്മനസ്തു കാമായ സർവം പ്രിയം പ്രിയായ ഭവതി. ആത്മനസ്തു കാമായ, അതിൻ്റെ ആത്മാവിൻ്റെ കാമത്തിനായിക്കൊണ്ട്, അതിൻ്റെ ആഗ്രഹത്തിനായിക്കൊണ്ടാണ് സർവം പ്രിയം പ്രിയായ ഭവതി, എല്ലാം പ്രിയമായിട്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താവിന് പ്രിയമായിരിക്കുന്നത്, ഭർത്താവ് ഭാര്യയ്ക്ക് പ്രിയമായിരിക്കുന്നത്, ഇവർക്ക് കുട്ടികൾ പ്രിയമായി, ഇങ്ങനെ പ്രിയത്തിൻ്റെ ഒരു എണ്ണിയാലൊടുങ്ങാത്ത ലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. സർവം പ്രിയം പ്രിയായ ഭവതി ആത്മനസ്തു കാമായ. അപ്പോൾ ഇവിടെ മൈ ആസക്തമനാഹ, എന്തിനാ ഇത് പറയണമെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഇതിൽ നിന്ന് വിട്ടൊരു കൃഷ്ണനിൽ ആസക്തി ആയിക്കഴിഞ്ഞാൽ അത് ആ പോക്ക് മുന്നോട്ടേക്കുള്ളത് ശരിയാവില്ല. ഈ കൃഷ്ണനുണ്ട്, കൃഷ്ണൻ എന്ന് പറയുന്ന ആ തത്വമാണ് നമ്മുടെ ബോധം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളോട്, നമ്മുടെ സ്വരൂപത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം, അതിനെ കണ്ടെത്താനുള്ള തീവ്രമായ ഇച്ഛ, അങ്ങനെയാ ആ വഴിയിലൂടെയാണ് ഇതിന് പോകേണ്ടത്. അവിടെയാണ് ഈ അഷ്ടാവക്രനും ജനകനും തമ്മിലുള്ള സംഭാഷണത്തിൽ ജനകൻ ഈ സത്യം അറിയുമ്പോൾ പറയണത് നമോ മഹ്യം നമോ മഹ്യം നമോ മഹ്യം നമോ നമ എന്ന് പറയണത് അവിടെയാണ്. ഞാൻ എന്നെ നമസ്കരിക്കുന്നു, വീണ്ടും വീണ്ടും ഞാൻ എന്നെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൽ നിന്ന് നമസ്കരിക്കുകയല്ല, ഒരു പ്രാഞ്ചിയേട്ടനായിട്ട് നമസ്കരിക്കുകയല്ല, ഞാനെന്ന ബോധത്തിന് എൻ്റെ നമസ്കാരം. അപ്പം മൈ ആസക്തമനാഹ, എന്നിൽ മനസ്സ് ആസക്തിയോട് കൂടിയിട്ടുള്ള, മത് ആശ്രയാഹ, അതിനെ ആശ്രയിച്ചിട്ടുള്ള. അപ്പം എന്താണ്? നേതി മറ്റുള്ളതൊന്നും, ഇതൊന്നും ഞാനല്ല, ശരീര മനോബുദ്ധി ഉപാധികളൊന്നും ഞാനല്ല. മനോ ബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമ ഭൂമിർ ന തേജോ ന വായു
ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അവിടെ ശിവോഹം എന്ന് പറയുന്നിടത്ത് ഈ പറഞ്ഞ ബോധം. അവിടെ ശിവൻ എന്ന് പറയുമ്പോൾ കഴുത്തിൽ പാമ്പിനിട്ട ശിവനല്ല. അപ്പോൾ മതാശ്രയ, എന്നെ ആശ്രയമായിട്ടുള്ള, അതിനോട് യോഗം യുഞ്ജൻ, ആ യോഗത്തെ ശീലിക്കാൻ ആഗ്രഹമുള്ളവൻ, യുഞ്ജൻ ശീലിക്കാനായി ആഗ്രഹം കൊണ്ട് നിൽക്കുന്ന ഒരുവൻ, യഥാ മാം സമഗ്രം, എന്നെ പൂർണ്ണമായി, സമഗ്രം ഒന്നൊഴിയാതെ, അസംശയം, സംശയത്തിൻ്റെ ഒരു കണിക പോലും വയ്ക്കാതെ അർജുന, ജ്ഞാസ്യസി, ജ്ഞാസ്യസി എന്ന് പറഞ്ഞാൽ ത്വം ജ്ഞാസ്യസി, നീ അറിയുമോ, നിനക്ക് അറിയണമെന്നുണ്ടോ, എങ്കിൽ അഹം തത്, അല്ലെങ്കിൽ അതിനെ തത് ശൃണു, എന്നിൽ നിന്ന് നീ കേട്ടാലും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. തത് ശൃണു, അതിനെ കേട്ടാലും, അതിനെക്കുറിച്ച് നീ കേട്ടാലും. തത്വമസി സയേഷ അണിമാ ഐദദാത്മ്യമിദം സർവം തത്സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ. സയേഷ അണിമാ, അത് അണിമ അത്യന്തം സൂക്ഷ്മമാണ്. ഐദദാത്മ്യമിദം സർവം, കാണുന്നതെല്ലാം അതാണ്. തത്സത്യം, അതാണ് സത്യം. സ ആത്മാ, ആ ആത്മാ, തത് അത്, ത്വം നീ, അസി ആകുന്നു. ഇതിങ്ങനെ 9 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചാന്തോക്യം ഉപനിഷത്തിൽ, സാമവേദ അന്തർഗതമായിട്ടുള്ള ചാന്തോക്യത്തിലെ 6-ാം അധ്യായത്തിൽ. അതിമനോഹരമായൊരു ഉപനിഷത്താണ്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലുണ്ട്, നമ്മുടെ ഉപനിഷത്തുണ്ട്, നിങ്ങൾ കേൾക്കണം. അപ്പം തത് ശൃണു, അതിനെ നീ കേട്ടാൽ. എന്നിട്ടോ ഭഗവാൻ തുടർന്ന് പറയുകയാണ്, ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമ്യശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യമവശിഷ്യത്തെ. ഗംഭീരായ പറച്ചില. എന്താണ്? ജ്ഞാനം തേ അഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമി അശേഷതഃ യത് ജ്ഞാത്വാ ന ഇഹ ഭൂയഃ അന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. എന്താ പറയണത്? യത് ജ്ഞാത്വാ ഭൂയഃ, യത് യാതൊന്നിനെ, യാതൊന്നിനെ എന്ന് പറഞ്ഞാൽ തത്, അതിനെ, ഏതിനെയാണോ തത് ശൃണു, അതിനെ കേട്ടാലും എന്ന് പറഞ്ഞത്, അതിനെയാണ് ഇവിടെ യത്, യാതൊന്നിനെ, ജ്ഞാത്വാ അറിഞ്ഞിട്ട്, ഭൂയഃ പിന്നെ എന്തെങ്കിലും, ഇഹ ഇവിടെ ഈ ലോകത്ത്, അന്യത് ജ്ഞാതവ്യം വേറെ എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ, ആണ് ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം. അറിയേണ്ടതായിട്ട് ന അവശിഷ്യത്തെ, ഒന്നും ശേഷിക്കുന്നില്ല. ആ വിദ്യയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതം ജ്ഞാനം, ഈ ജ്ഞാനത്തെ അശേഷത, ഒന്നൊഴിയാതെ, എന്തെങ്കിലും ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടാണോ, അല്ല, അശേഷത അഹം തേ പ്രവക്ഷ്യാമി, അഹം തേ വക്ഷ്യാമി, പ്രവക്ഷ്യാമി എന്നാണെങ്കിലും വക്ഷ്യാമി ആണെങ്കിലും, വക്ഷ്യാമി പറഞ്ഞു തരാം, പ്രവക്ഷ്യാമി നന്നായി പറഞ്ഞു തരാം, പ്രകർഷേണ വക്ഷ്യാമി ഇത് പ്രവക്ഷ്യാമി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതിൽ അർജുന
ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ച് വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വെക്കുക, അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് മോനെ അർജുന, നാളെ നീ റെഡിയായിട്ട് വന്നോ. 81ാമത്തെ ദിവസം നിനക്ക് ഞാൻ അത് പറഞ്ഞു തരാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.